സിനിമ മാത്രം കാണുന്ന ആൾക്കാർക്ക് ഒരു സീരിയൽ നടനെയും ഒരു സീരിയൽ നടിയും അറിയുണ്ടാവില്ല. അപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. എന്നെ 6 വർഷം വൃത്തികേടും അതായത് ക്രൂരമായി കാണിച്ചുകൊണ്ടിരുന്ന ഈ പ്രകാശൻ നന്നായി കഴിഞ്ഞപ്പോൾ അമ്മച്ചിമാര് പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഒരു അമ്മച്ചി പിടിച്ചു വലിച്ചിട്ട് കയ്യിൽ മുത്തം വെച്ചു. ലാലേട്ടൻ്റെ പേജിൽ വരുമെന്ന് ഞാൻ സ്വപ്നം കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും അത് ലാലേട്ടൻ അയച്ചു കൊടുക്കുകയും ലാലേട്ടൻ്റെ സ്വന്തം പേജിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത മൊമെന്റ് ഇപ്പം ഞാൻ എൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് കയ്യിൽ തന്നെ കുത്തിച്ചിട്ടുണ്ട്, ലീവ് ഇൻ ദ പ്രസന്റ്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആളുടെ നമ്മൾ വളരെ അദ്ദേഹം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെ ഒരു വേദിയിലിരുന്ന് എന്നെ പുകഴ്ത്തുന്ന കണ്ടപ്പം സന്തോഷം, നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഭയങ്കര താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രൊഫഷനിലും വ്യക്തമായ ഒരു വൈരാഗ്യമില്ല, വ്യക്തമായ ഒരു സുഹൃത്തുമില്ല. പണ്ട് സീരിയലൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ സൗണ്ടിലൊക്കെ വിളിച്ചിട്ടേ മനസ്സിലായില്ലേ, ശരിക്കും ചുമ്മാ വിളിച്ചിട്ട് ഭയങ്കര ഫാനാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടറിനെ നമ്മളതിനപ്പുറത്ത് റൂമിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ ചെയ്യുമായിരുന്നു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് ജോർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടറാണ്. സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് അത്രയും നല്ലൊരു ജോബ് വരെ ക്വിറ്റ് ചെയ്ത് സിനിമയുടെ അത്രയും പാഷനായി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആക്ടറാണ്. മിനി സ്ക്രീനിലാവട്ടെ ബിഗ് സ്ക്രീനിലാവട്ടെ നമ്മുടെ പ്രേക്ഷക മനസ്സിലിടം നേടിയ ഒരാളാണ്. ഹിവി ജോൺ വിത്ത് ബാലാജി ശർമ്മ. സോ ഹായ് സർ. നമസ്കാരം. ഹായ്. സോ സർ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. നമ്മളെപ്പോഴും സുഖം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ സുഖത്തിനെ തേടി, സുഖം എന്ന് പറയുന്നത് മാനസിക സുഖം ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണല്ലേ? ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വളരെ ചെറിയ ഏജ് മുതലേ സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അവിടെ എത്തിപ്പെട്ടു അല്ലേ? നമ്മളൊരു കാര്യം അറിയാലോ, പൗലോ കോലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിലോസഫി പറയുന്നില്ല. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിൽ എത്തിപ്പെടും. അത് ഏത് ഫീൽഡായാലും അങ്ങനെ, ഏത് ഫീൽഡായാലും അത് അങ്ങനെയാണത്. അപ്പം നമ്മളൊന്നുമല്ലാത്ത ഈ സിനിമയുമായി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, സിനിമാക്കാരെ പരിചയമില്ലാത്ത, ഒരു കുടുംബത്തിലും സിനിമയിൽ ആരുമില്ല, ഫ്രണ്ട്സും ആരുമില്ല എന്നുള്ള പറഞ്ഞ അവസ്ഥയിൽ നിന്നും നമ്മൾ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് എയർഫോഴ്സ് ഉപേക്ഷിച്ച് അഭിനയിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ത് പൊട്ടനാണല്ലോ താൻ എന്ന് ചോദിച്ചു. മണ്ടത്തനമാണല്ലോ, കാരണം ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് അഭിനയിക്കാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത ഒരാൾ. പക്ഷെ നമ്മൾ വന്നു, നമ്മൾ സിനിമയിൽ തുടങ്ങി, പിന്നെ സീരിയലിൽ സജീവമായി, പിന്നെ സിനിമയിൽ സജീവമായി. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് ഞാൻ എപ്പോഴും ഒരു മുമ്പുള്ള ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് മാത്രം, യൂട്യൂബിലെ സ്റ്റാർസൊക്കെ ഒരുപാട് പേരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലെ മറ്റേ ഇത് ചെയ്യുന്ന മറ്റേ ചെറിയ റീൽസ് ചെയ്യുന്ന ആൾക്കാർ, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്ന് ഒരു ഫ്ലോ ഓഫ് ആൾക്കാർ മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞു. സത്യം വന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? സീരിയലിൽ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്, സീരിയൽ മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. സീരിയൽ മാത്രം കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ സിനിമാക്കാരനെ അറിയുണ്ടാവില്ല. ഒരു ഗ്രാമപ്രദേശം ഒരു അമ്മൂമ്മയ്ക്ക് ചിലപ്പോൾ ഒരു സിനിമാക്കാരൻ, വലിയൊരു ഫേമസ് സിനിമാക്കാരനെ അറിയില്ല. മമ്മൂട്ടി, മോഹൻലാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. താഴോട്ടുള്ള നമ്മളെപ്പോലുള്ള ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അറിയുണ്ടാവില്ല. അതുപോലെ ഈ സിനിമ മാത്രം കാണുന്ന ആൾക്കാർക്ക് ഒരു സീരിയൽ നടനെയും ഒരു സീരിയൽ നടിയും അറിയുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രൂപ്പിലും എല്ലാത്തിലും നമ്മളുടെ ഒരു മുഖം ഉണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കും. അപ്പം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, സിനിമ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, സീരിയൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, റീൽസിലും പറ്റുമെങ്കിൽ ഞാനൊരു റീൽസ് നമ്മുടെ റീൽസിന് വേണ്ടിയിട്ട് ഒരു സാറോ ജെന്യൂനായിട്ടുള്ള റിവ്യൂ പറയും. ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ റിവ്യൂ കൊടുത്തു. നമ്മൾ യാത്രാ വ്ളോഗുകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നമ്മളിപ്പോൾ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യു ഡോണ്ട് പേഴ്സണലി ബിലീവ് ഇൻ ദാറ്റ്. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലാണെങ്കിലും കുറേ കോമഡി റീൽസ് ചെയ്യുന്ന ആളാണ്. നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ പ്രൊഫൈൽ അത് നല്ല ഹ്യൂമർ ആയിട്ടാണ് കുറേ ആൾക്കാർ റെസ്പോൺസ് കൊടുക്കുന്ന രീതിക്ക്. ഇതൊക്കെ എങ്ങനെ ഐഡിയ കിട്ടും ചേട്ടാ, ഈ എൻഗേജിങ് ആക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മതി. അതെ, നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് മണി മൈൻഡഡ് ആയിട്ട് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ ഇത് മെയിൻ തിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്ര പോകുന്നു, യാത്രയിൽ ഒരു പുതിയൊരു കാഴ്ച കണ്ടു, ആ കാഴ്ചയെക്കുറിച്ച് നമ്മളൊരു വ്ളോഗായിട്ടല്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നു. അത് ജെന്യൂനായിട്ട് പറയുമ്പോൾ അതിനൊരു ഇഷ്ടം ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഇത് ഖത്തറിൽ നിന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ടും ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഖത്തറിൽ പോയിട്ട് നമ്മൾ ആ ഖത്തറിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഞാൻ ഇട്ട വീഡിയോ ഇന്നലെ മറ്റോ ഇട്ട് അതിൽ ഒരുപാട് കമൻസും വന്ന് അതൊരു ചർച്ചയായി അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
സംഭവം നമ്മൾ ജെന്യൂനായിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പുകഴ്ത്തിയപ്പോൾ അതിന് അയ്യോ ഞങ്ങൾ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ വർഷം നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് കറങ്ങിയിട്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ്, ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ ചൂട് ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടുള്ള കമൻറ്റ്സ്. അപ്പോൾ ഇതൊരു ആക്കപ്പെടുന്നു പറഞ്ഞാൽ നമ്മുടെ സംഭവം ജെന്യൂനായിട്ട് നമ്മൾ പറയാന്നുള്ളത് അത്രേ ഉള്ളൂ. ഇപ്പം മൗനരാഗം സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നു. മൗനരാഗം ഫസ്റ്റ് ഇറങ്ങിയതിനേക്കാളും കൂടുതൽ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. പ്രകാശ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ളൊരു വില്ലനീസ് ആണ്. ഇപ്പൊ കുറച്ചൊന്ന് താഴ്ന്നിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കരമായി സോ ഈ ക്യാരക്ടർ ഫസ്റ്റ് നറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഓക്കെ ഓക്കെ, ഓൺലി വൺ റീസൺ. അത്രയും നമ്മൾ സിനിമകളിൽ സജീവമായിരുന്ന സമയത്ത് കഥാപാത്രം ഇത് തെലുങ്കിലും മറ്റൊക്കെ വന്നതാണ്. അപ്പോൾ അത് ഞാൻ അവിടെ കണ്ട് അതിന്റെ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. കണ്ടപ്പോൾ എൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തൊരു അച്ഛൻ, അയാൾ അവസാനം അയാളുടെ കട്ടയും പടവും മടങ്ങിയിട്ട് അയാൾക്ക് ഒരു നിർവാഹവും ഇല്ലാതെ അയാൾ റിയലൈസ് ചെയ്ത് സ്വയം മനസ്സിലാക്കി അയാൾ നന്നാവുന്നു, അയാൾ റിയലൈസ് ചെയ്ത് നന്നാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഷെയ്ഡ്സ് ഒരു കഥാപാത്രത്തിന് കിട്ടും. ഒരു വെർസറ്റൈലിറ്റി ഉണ്ടല്ലോ ക്യാരക്ടറിന്. ഇതിനകത്ത് ഒരുപാട് വെർസറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി വെർസറ്റൈൽ. ആക്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കില്ലാത്ത ഷെയ്ഡ്സ് ഇല്ല. ഇയാൾ മകനോട് ഭയങ്കര സെന്റിമെന്റലും ഇമോഷണലുമാണ്. അമ്മയായിട്ട് പറഞ്ഞാൽ അമ്മ പ്രേമിയാണ്, അമ്മ പുത്രനാണ്. പിന്നെ ഇയാൾക്ക് റൊമാൻസ് ഉണ്ട്, ഇയാൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇതിനകത്ത്, ഇയാൾക്ക് പ്രേമമുണ്ട്, ഇയാൾക്ക് സംശയമുണ്ട്, ഇയാൾക്ക് ദേഷ്യമുണ്ട്, ഇയാൾക്ക് വൈരാഗ്യമുണ്ട്, ഇയാൾക്ക് ഇമോഷനുണ്ട്, ഇയാൾക്ക് എക്സെൻട്രിസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളതാണ്. അത് സീരിയലാണോ സിനിമയാണോ എന്നുള്ളതല്ല. പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്നേഹം. എന്നെ 6 വർഷം വൃത്തികേടും അതായത് ക്രൂരമായി കാണിച്ചുകൊണ്ടിരുന്ന ഈ പ്രകാശൻ നന്നായി കഴിഞ്ഞപ്പോൾ അമ്മച്ചിമാർ പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഒരു അമ്മച്ചി പിടിച്ച് വലിച്ചിട്ട് കയ്യിൽ മുത്തം വെച്ചു. അപ്പോൾ അത് നമ്മൾ ഈ സ്നേഹം അനുഭവിക്കാൻ കിട്ടുക എന്നുള്ളത് നമ്മളൊരു ആക്ടറിനെ സംബന്ധിച്ചൊരു ത്രില്ലാണ്. ഇപ്പം സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പം സ്കൂളിൽ സീരിയലാണ് കൂടുതലും സജീവമായിരിക്കുന്നത്. ഇങ്ങനെ ക്യാരക്ടേഴ്സ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി ഇപ്പോൾ ഇനാഗ്രേഷനോ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസിന് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ കാണുന്ന രീതി ആ ക്യാരക്ടറായിട്ട് എടുക്കുകയാണ്. കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അമ്മമാരൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ സംഭവം. നമ്മൾ ഒരു കഥാപാത്രം അല്ലല്ലോ ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് അവർക്കറിയാം. അവർ എന്നോട് എന്തോന്ന് കാണിക്കുന്ന എന്നാണ് ഒരു പരിഭവമാണ് അവിടെ. അതായത് നമ്മൾ വേറെ കഥാപാത്രമായിട്ട് നമ്മളെ കാണുന്നുണ്ട് സിനിമകളിലും അതിലൊക്കെ. ഇത് ഒരു സാധനം മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം ചെയ്യുമ്പോൾ അങ്ങനെ തോന്നാമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് എന്നെ വഴി കാണുമ്പോൾ അടിക്കണം, അങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആൾക്കാർ ഈ എന്താ പറയുക, ഒരു വില്ലൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്കിതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ദേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് മൈ ആക്ടിങ്, വല്ലാത്ത ഭയങ്കര എന്ന്. അപ്പം നമ്മളത് കേൾക്കും, നമ്മളത് ബാധ്യസ്ഥനാണ്, കേൾക്കണം എന്നല്ല, നമ്മളത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഫീൽഡ് വന്നത്. റെസ്പോൺസ് ആണല്ലോ നമുക്ക് എത്ര സന്തോഷമാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടി കേട്ടു, ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അണിയറയിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടു. ATM അല്ലേ, എനി ടൈം ഹിസ്റ്ററി, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കേട്ടു. അത് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ, എപ്പോഴാണ് റിലീസ് കാര്യങ്ങളൊക്കെ? അത് നമ്മൾ വളരെ, അതായത് ഞാൻ ഈ കൊറോണ സമയത്ത്, ആ സമയത്തുള്ള അല്ലല്ല, കൊറോണ സമയത്ത് ഞാൻ ചുമ്മാ ഇരുന്നപ്പം ഐഫോണിൽ 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഷോർട്ട് ഫിലിം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ളത് ലാലേട്ടൻ്റെ പേജിൽ വരുമെന്ന് ഞാൻ സ്വപ്നം കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും അത് ലാലേട്ടൻ അയച്ചു കൊടുക്കുകയും ലാലേട്ടൻ്റെ സ്വന്തം പേജിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ചെയ്തൊരു സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സാധനം, എല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിലാണ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമാക്കാരും സപ്പോർട്ട് ചെയ്തു. മണിയമുള്ള ചേട്ടനാണ് അതിൻ്റെ ആമുഖം തന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് ഒരു പരിപാടി ചെയ്യണം എന്നുള്ളത് മനസ്സിലുണ്ട്. അതായത് നമ്മളിലെ സംവിധായകൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടുന്നു, അപ്പോൾ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ അതൊരു ചെറിയ ഒരു ATM ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്, നമ്മുടെ സാധാരണ ATM. അപ്പോൾ അതിലൊരു മിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് എനി ടൈം ഹിസ്റ്ററി. അപ്പോൾ അതിനകത്തൊരു വയസ്സായ ഒരു കഥാപാത്രം ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അച്ചായൻ, അദ്ദേഹത്തിൻ്റെ പേര് റോയ് അച്ചായൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമയിൽ ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്ക് തോന്നി 76 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു കാസ്റ്റിംഗ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ പൈസ ഇല്ലല്ലോ കയ്യിൽ. ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പൈസ വേണമല്ലോ. അത് നമ്മൾ സിനിമ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ ഞാനൊരു ക്യാമറാമാനെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ റെൻറ്റ് മാത്രം കൊടുത്തുകൊണ്ട് ഒരു ക്യാമറമാൻ തയ്യാറാവുന്നു. ടിങ്കു പ്രശാന്ത് എന്ന് പറയുന്ന അദ്ദേഹം, നമ്മുടെ പ്രിയൻ സാറിൻ്റെ എഡിറ്ററായ അയ്യപ്പനെ വിളിച്ച് കാര്യം പറയുന്നു. അയ്യപ്പൻ പറഞ്ഞു, അണ്ണാ പിടിയണ്ണ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു.
മ്യൂസിക് നമ്മുടെ ജയ് ഹരി, അതായത് ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പവിഴമഴ അതൊക്കെ ചെയ്തിട്ടുള്ള ജയ് ഹരി മ്യൂസിക്കിന് തയ്യാറാവുന്നു. പിന്നെ കളറിസ്റ്റ് ഡി എ മറ്റേ എവറിതിങ് ഹാസ് ബിക്കം ബിഗ്. മനസ്സിലായില്ലേ? എല്ലാവരും സഹകരണ അടിസ്ഥാനത്തിൽ. അപ്പം അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ നമ്മൾ പിന്നെ അതൊരു 5.1 ചെയ്ത് ഒരു തിയേറ്റർ പ്രിവ്യൂ ഒക്കെ കൊടുത്ത് ഒന്ന് നന്നാക്കി ഒന്ന് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എന്തായാലും ഇറ്റ് ഹസ് കം വെരി സൂൺ റിലീസ് ഉണ്ടായിരിക്കും. ഈ ഉടനെ തന്നെ നമ്മൾ ഒരു നല്ലൊരു OTT ചാനൽ ഇതിൽ തന്നെ നമ്മൾ അത് സംസാരിച്ച് ചെയ്യാൻ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ്. അതിൻ്റെ ഒരു സക്സസ് മീറ്റ് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. 100% ഉണ്ടാവട്ടെ. പിന്നെ ആസ് എ പേഴ്സൺ എപ്പോൾ കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആണ്. ഞാൻ ഇതുവരെ മീഡിയയിൽ വരുമ്പോഴാണെങ്കിൽ പബ്ലിക് അപ്പിയറൻസ് വരുമ്പോഴാണെങ്കിൽ പുറത്ത് വരുമ്പോഴും ഭയങ്കര ജില്ലാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി. ഹൗ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, സുമേഷ് എന്നോട് പറയുന്നു ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പം എനിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരരുത്. ഓക്കെ. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടണം. കാരണം നമ്മൾ ഈ മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത മൊമെൻറ്റ് ഇപ്പം ഞാനത് എൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് കയ്യിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട്, ലീവ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ മൊമെൻറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ അടുത്ത മൊമെൻറ്റ് നാളെ അല്ലെങ്കിൽ ഇന്നലെ എന്നുള്ളതാണ് എപ്പോഴും നമ്മളെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ സന്തോഷിച്ചിരിക്കേണ്ടത് ആർക്കാണ് ആവശ്യം ഏറ്റവും കൂടുതൽ? നമ്മുടെ ആവശ്യമാണ് ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ മറ്റുള്ളവരിൽ നിന്ന് ഹാപ്പിനെസ് ഡിറൈവ് ചെയ്യുക. നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ അവൻ ഡബിളായിട്ട് തരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഒരാൾക്കടെ ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചിരിക്കും. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പോകും എന്ന് പറഞ്ഞ് എപ്പോഴും ഞാനിങ്ങനെ ചിരിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ വികാരങ്ങൾ ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, എനിക്ക് ദേഷ്യം വരാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആ മൊമെൻറ്റിൽ എന്താണോ മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അത് റിലീസ് ചെയ്ത് കഴിയുമ്പം ദേഷ്യമായാലും റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. ആ ദേഷ്യം അടക്കി വെച്ച് ചെയ്ത് ഒരു വിരോധമായി മാറി, ഒരു വെറുപ്പായിട്ട് മാറി, ആ ബാധ്യതയും കൊണ്ട് നടക്കുന്ന ദ്രോഹം നമ്മളോട് നമ്മൾ തന്നെ കാട്ടരുത്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത് അതൊരു ഒരു പർപ്പസ്ഫുള്ളി തന്നെ നമ്മൾ അങ്ങനെ ആവുക. സ്വയം തന്നെ സ്ക്രീനിൽ കാണണമെന്ന ആഗ്രഹം കാരണമാണ് എയർഫോഴ്സ് എന്ന് പറയുന്ന ജോബിൽ കിറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ എന്തായാലും ഫാമിലി ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ജസ്റ്റ് അറിയുന്ന നെയ്ബേഴ്സെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഭയങ്കര മണ്ടത്തരാണ്, ഭയങ്കര പൊട്ടത്തരാണ്. ആ ആൾക്കാരൊക്കെ ഇപ്പം മാറ്റി പറയുന്നുണ്ടോ? അവർ പറയില്ല എനിക്ക് അന്നേ തോന്നിയിരുന്നു എന്ന് പറയും. ഇപ്പോൾ ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഒരു ഇത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളത് കിട്ടേണ്ട കാര്യമില്ല, നമുക്ക് മാത്രം അറിയാമെന്നുള്ളതല്ലേ. അതെ, നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്ന ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് മൈൻഡ് ചെയ്യുന്നു എന്ന് ഉള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നമുക്കറിയാത്. അപ്പം ഞാനത് വിടും. നമ്മൾ പഴയത് കൊണ്ടുവന്ന് വീണ്ടും ഒരു ഈഗോ ഉണ്ടാക്കി ഇതാക്കിയിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആളുടെ നമ്മൾ വളരെ അദ്ദേഹം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെ ഒരു വേദിയിലിരുന്ന് എന്നെ പുകഴ്ത്തുന്നുണ്ടപ്പം സന്തോഷം അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഭയങ്കര താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. കൂടുതൽ എന്താ നമുക്ക് പിന്നെ അതാണ് നമ്മുടെ സന്തോഷം. നമുക്ക് മാത്രം സന്തോഷമായി. നമ്മൾ അത് കയറി ആളെടുത്ത് അന്ന് നിങ്ങൾ എന്നെ എന്നോട് ചെയ്യുന്ന വെറുതെ അപ്പം വീണ്ടും അയാൾ അതിലോട്ട് പോയി നീ എന്തോ ഒന്നും ആയില്ല എന്ന് പറയുന്നത്. പിന്നെ അത് കേൾക്കാൻ നമുക്കത് കേട്ടാൽ മതി. അതാണ് അത് അതൊക്കെ ഈ സിനിമയിലെന്നല്ല ഒരു പ്രൊഫഷനിലും വ്യക്തമായ ഒരു വൈരാഗ്യമില്ല, വ്യക്തമായ ഒരു സുഹൃത്തുമില്ല. അത് മനസ്സിലാക്കി എടുത്തു. നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ ഇതും മാത്രമാണ് അവിടെ കാര്യം. നിങ്ങളൊരു ആൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളുടെ അടുത്തൊരു ചാനലിൽ നിങ്ങളൊരു ആങ്കറായിട്ട് വിളിക്കുമ്പോൾ എന്നെ പണ്ട് ഇൻസൾട്ട് ചെയ്യാണ് ഞാൻ പോകില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ നഷ്ടം തന്നെയാണ്. നമുക്ക് അവിടെ വൈരാഗ്യം ആരോടും വെക്കേണ്ട കാര്യമില്ല, ഒരുപാട് അടപ്പാടോ സ്നേഹവും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ജോലിയെ സ്നേഹിക്കുക, ആനന്ദിക്കാൻ പോവുക. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് വിച്ച് ഐ ഫൗണ്ട് ഔട്ട്. എല്ലാ ഡ്രീംസും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണോ ആക്ച്വലി? ഇനി എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഇനി ഡ്രീമൊന്നും നമ്മളൊരു ഡ്രീമിൻ്റെയും ഒരു കാൽഭാഗം പോലും ആയിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ മലയാളം ഞാനും വിചാരിക്കണമെന്ന് വെച്ചാൽ അയ്യോ ഒന്നും ആയില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് ഐ ആം കണ്ടന്റഡ് ബട്ട് നോട്ട് സാറ്റിസ്ഫൈഡ്. അതെ, ഞാൻ കണ്ടന്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞ് കണ്ടന്റഡ് ഡെയിലി ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. പക്ഷേ ഞാൻ എത്തേണ്ടടുത്ത് എത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അപ്പോൾ അതുകൊണ്ട് ഡ്രീംസ് ഒന്നും നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോലത്തെ ആയി പോകും. പറഞ്ഞാൽ നമ്മൾ ഡെഡ് ആവും. ഡ്രീംസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്ഡേഷൻ ഇല്ലാത്തവൻ, മാറ്റമില്ലാത്തവൻ മനുഷ്യനല്ല. മാറ്റം എവിടെ ഉണ്ടാവുമോ അവിടെ മാത്രമേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ പണ്ടത്തെ സിനിമയിലുള്ള അഭിനയമാണ് ഇപ്പോഴത്തെ സിനിമയിലെ അഭിനയം? ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ടത്തെ സിനിമയുടെ മേക്കിംഗ് ആണ് ഇപ്പോഴത്തെ സിനിമ. ഇപ്പം ഒരു പുതിയ പടം ഇറങ്ങുന്നു, ആ പടം യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവുന്നു. നമുക്ക് വർക്കാവുന്നില്ല എന്ന് പറയാൻ നമ്മുടെ കുഴപ്പമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവൻ എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു, ആ അപ്ഡേഷൻ
മനസ്സിലായില്ലേ? നമ്മളാവണം മെൻ്റലി. Mentally ആവണം. ടെക്നോളജിക്കലി യു മേ നോട്ട്, Right. ബട്ട് മെൻ്റലി വാട്ട് ഈസ് ദർ എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഔട്ടാണ്. അവിടെ എന്താ ചെയ്യുക? അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മിങ്കിൾ വിത്ത് ദ പബ്ലിക്. പറയാൻ പറ്റുമല്ലോ നമുക്ക്. ഐ മിങ്കിൾ വിത്ത്, ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഐ കെയിം ടു യു. അതെ, നിങ്ങളുടെ വൈബിൽ ഞാൻ പറഞ്ഞപ്പം ഇതേ സാധനം നമ്മളിപ്പോൾ നേരെ ചൊവ്വയിൽ അദ്ദേഹമാണ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ അല്ല, വ്യത്യാസമായിരിക്കും. ആക്ച്വലി ഇത് ഫിലോസഫി എന്നിങ്ങനെ ആയിരിക്കും. ഇത് നിങ്ങളുടെ തിരിക്കുമ്പോൾ ഞാനും അങ്ങനെ ആവും. അങ്ങനെ ആയേ പറ്റൂ. അങ്ങനെ ഇപ്പോൾ മൗനരാഗം സീരിയലിൽ കുറേ എപ്പിസോഡ് പോയി കുറേ ഇയേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. സെറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ടുള്ള ജോക്സ് ഒക്കെ അടിക്കുന്നത് ആരാണ്? ഭയങ്കര ഒരു ബ്രേക്ക് ടൈം വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഈ നമുക്ക് സീരിയലിനകത്ത് പോകുമ്പോഴേ കണ്ടിന്യൂസ് സീൻസ് ആയിരിക്കും. അതെ, നമുക്ക് ബ്രേക്ക് കുറവാ. ബ്രേക്ക് ഇല്ല. നമ്മൾ ചിലപ്പം ഡ്രസ്സ് മാറാൻ വരുന്ന സമയത്തായിരിക്കും സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഡ്രസ്സൊക്കെ ഒരു ഊരി എടുത്തുകൊണ്ട് പോകുന്നതാണ്, അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത്. ഇതാണ് പരിപാടി. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ സമയമൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഉണ്ണാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചില പ്രാങ്ക് ഒക്കെ ഞാനൊക്കെ ചെയ്യും. സെറ്റിൽ ചെയ്തൊരു പ്രാങ്ക് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കിടെ ഏറ്റവും കൂടുതൽ പ്രാങ്ക് കൊടുക്കുന്നത്? അല്ല, പണ്ടൊക്കെ നമ്മൾ ഈ പണ്ടാണ് കൂടുതൽ. പണ്ട് സീരിയലൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ സൗണ്ടിലൊക്കെ വിളിച്ചിട്ടായി, മനസ്സിലായില്ലേ? ശരിക്കും ചുമ്മാ വിളിച്ചിട്ട് ഭയങ്കര ഫാനാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടറിനെ നമ്മളതിനപ്പുറത്ത് റൂമിൽ നിന്ന് വിളിച്ചിട്ട് കാണാം. അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്യുമായിരുന്നു. വർക്കായിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് വർക്കാവും. ഓ അയ്യോടാ, വർക്കാവുന്ന രസം. ഇതൊക്കെ രസം. അത് എല്ലാവരും ഒക്കെ ഈ പ്രാങ്ക് എല്ലാ കലാകാരും സിനിമയിലൊക്കെ ഒരുപാട് സംഭവിക്കും. ഇതിനകത്തൊക്കെ എനിക്ക് അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ പിന്നെ കള്ളക്കഥകൾ പറയും. അതായത് ഇപ്പോൾ സീനിയർ മറ്റേ ഇപ്പം നമ്മുടെ വൈഫായിട്ടൊക്കെ അഭിനയിക്കുന്നവരുടെ നമ്മളൊരു അടുത്ത ഷെഡ്യൂളിൽ നിങ്ങളുടെ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇവർക്ക് വിശ്വസിക്കും. അതെ. അപ്പം എൻ്റെ ഇവിടെ ഈ ഇതിൽ ആദ്യമായിട്ട് ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നത് പിന്നെ കന്നഡ നടിയാണ്. അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ബാലാജി പ്ലീസ് ടീച്ച് മീ മലയാളം, ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് 2 ദിവസം ആയേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട്. സെക്കൻഡ് സീൻ ഞാൻ പറഞ്ഞു ഇനി അടുത്ത സീനെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്. അത് നിങ്ങളിങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അത് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ നോ ഐ വിൽ നോട്ട് ബി ഡൂയിങ് സച്ച് തിങ്സ്. നമ്മൾ അങ്ങനെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു വന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഇത് വരികയും നിങ്ങൾ ചറുക്കി അടിച്ച് അവിടെ വീഴുകയും, മനസ്സിലായില്ലേ? അത് കുളിച്ചിട്ട് വന്നു അപ്പോൾ ആദ്യം ചോദിച്ചു വേറെന്തോ വേറെ ടൈപ്പാണ്. അപ്പോൾ അത് ടക്കനമായി ഞാൻ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇവിടെ എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നിങ്ങൾ ചറുക്കി ഇങ്ങനെ പോയിട്ട് വീഴും. അതങ്ങനെ വീഴുന്നതെന്ന് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷനൊക്കെ ആയി. അപ്പം നമ്മൾ പിന്നെ അടുത്ത അസോസിയേറ്റ് എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇപ്പോൾ അതായത് എൻ്റെ കഥാപാത്രം അത് പറയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ കഥാപാത്രത്തിന് ഒരു കുത്ത് കിട്ടും. അതെ. അപ്പോൾ ഇത് കുത്ത് കൊടുക്കുന്നത് ഇപ്പം ജോയിൻ ചെയ്ത ഒരു പെൺകുട്ടി, ഒരു കാസ്റ്റാണ്. അവർ ആണ് ഗുണ്ടകൾ വിട്ട് കുത്തുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ കിടക്കുകയാണ് ICUവിൽ. അപ്പോൾ ICU എന്ന് പറഞ്ഞാൽ മരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം, മരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ അന്ന് വന്നിട്ട് എല്ലാവരും കൈയൊക്കെ അടിച്ചു. ഓക്കെ ദെൻ അപ്പോൾ എൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നന്നായി, 6 വർഷം കൊണ്ട് വളരെ പ്രധാന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന എന്നെ കുത്താനൊരു ഭാഗ്യം താങ്കൾക്കുണ്ടായി എന്ന് പറഞ്ഞു. അയ്യോ ഞാനല്ല, ഞാൻ പറഞ്ഞു നിങ്ങളല്ല, നിങ്ങളുടെ കഥാപാത്രം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അറിയപ്പെടും, പ്രകാശനെ കൊന്ന ആൾ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൈയൊക്കെ അടിപ്പിച്ചു. അപ്പോൾ അടുത്ത ഷെഡ്യൂളില്ലല്ലോ, കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ അസോസിയേറ്റിനെയൊക്കെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റും പറഞ്ഞു എന്തായാലും നിങ്ങൾ വന്നിട്ട് ആ കഥാപാത്രം ചെയ്ത് പുള്ളിക്ക് ഒരു ഫീലിംഗ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ ഒരു അങ്ങനെയൊക്കെ ഫൺ പ്രാങ്കിങ് പോലെ അതൊക്കെ ചെയ്യും. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എൻ്റെ കൂടെ ഇപ്പം നലീഫ്, അതല്ലെങ്കിൽ നായകനായിട്ട് ചെയ്യുന്ന അവനൊക്കെ പക്ക, അവനും ഇപ്പം നമ്മളെ എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവർക്ക് നമ്മുടെ സിങ്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ പെട്ടെന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കള്ളമാണെന്നൊന്ന് കണ്ണടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയെ പറ്റിക്കും എപ്പോഴും. ശരിക്കും ഇതിൽ ഷൂട്ടിംഗ് സെറ്റിൽ എൻ്റെ അമ്മയുടെ പിന്നെ സേതുലക്ഷ്മി അമ്മയെ ഒരു പ്രാവശ്യം ഞാൻ പറയാം അടുത്ത ഷെഡ്യൂളിൽ നിങ്ങൾ ട്വിൻസാണ്, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും അവർ വിശ്വസിക്കുന്ന തരത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവർ ഓടി ചെന്നിട്ട് അത് അവരെ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശ കിട്ടണ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ നമ്മൾ മൊണോട്ടോണസ് ആയി പോകും. അങ്ങനെയുള്ളത് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റുള്ളവരൊക്കെ ചെയ്യാറുണ്ടാവും. ചില സമയങ്ങളിൽ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും. തിരിച്ച് പ്രാങ്ക് കിട്ടാറുണ്ടോ? തിരിച്ച് കുറവായിരിക്കും. കാരണം നമ്മൾ അതിനകത്ത് ഒരു കുറച്ച് സീനിയർ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചങ്ങനെ പ്രാങ്കായിട്ട് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല ഇനിയിപ്പോൾ ചെയ്തിട്ട് നമ്മൾ പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ മൗനരാഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ
കൂടുതലും സ്റ്റാർട്ടിങ് ആയാലും ഇപ്പോൾ കന്നഡയിൽ നിന്നാണ് ലൈക്ക് വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നത്. പിന്നെ നലീഫ് ആണെങ്കിലും മലയാളിയല്ല, കല്യാണി എന്ന ക്യാരക്ടർ ചെയ്യുന്ന മലയാളിയല്ല, തമിഴ്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് വേരിയേഷൻ ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ലാംഗ്വേജ് അതെങ്ങനെ പറ്റത്തുള്ളൂ? അതെ അതെ. നമ്മളെന്താ ആ കഥാപാത്രം എന്താണ്, ആ സമയത്ത് എന്താണ് ഡിമാൻഡിങ്, നമ്മുടെ ഡയറക്ടർ ഹാരിസൺ ചേട്ടൻ ഒക്കെ എല്ലാവരും നമ്മൾ കണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് സീരിയലെങ്കിൽ പോലും നമ്മുടെ സെറ്റിനകത്ത് ഈ ഒരു പരിപാടിയിൽ വളരെ അതിന് ഞാൻ ഫുൾ മാർക്സ് നമ്മുടെ ഡയറക്ടർ കൊടുക്കണം. അതേ ഭയങ്കര പഴയ സീനിയർ ഡയറക്ടർ ആയതുകൊണ്ട് പുള്ളി ഭയങ്കര സീരിയസ്, അതായത് പുള്ളി ഈസ് വെരി പുള്ളി അത് വളരെ ഒരു സിനിമ ചെയ്യുന്ന പോലെ അത്രയും ഇമോഷൻസ് ആയാലും ഒന്നുകൂടെ എന്ന് പറയും, മറ്റേ അതുപോട്ട് കണ്ടുപോകണമല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതെല്ലാവർക്കും ഉണ്ട്. അതിൽ ഇവരെല്ലാം നല്ല മിടുക്കം പിള്ളേരാണ്. ഇപ്പം നലീഫൊക്കെ വന്നതിൽ നിന്നൊക്കെ വളരെ ഇമ്പ്രൂവായി. ഈ കല്യാണി ആയാലും അവളുടെ ചില സമയങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ അതുപോലെ തരാൻ അവർ പെട്ടെന്ന് ഏബിളാണ്. പണ്ട് നേരത്തെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഇപ്പം തന്നെ ഒരു അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ നന്നായി. ആ ഒരു സമയത്ത് ഞാൻ കൈ നിട്ടൊരു ഡയലോഗ് പറയുമ്പോൾ അവളത് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന അരുൺ, അല്ല അമ്മ പിന്നെ നമുക്കറിയാം. അമ്മ പിന്നെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, ഇത് കറക്റ്റ് കാസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് നിന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ഹൈപ്പർ മെലോഡ്രാമ പരിപാടി. സത്യം ഒരിക്കലും ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര വരുന്നു, കള്ളക്കഥയാണ്. അങ്ങനത്തെ ഒരു കള്ളക്കഥയാണ്. ആ കള്ളക്കഥയെ അതിമനോഹരമായി അതിനെ സംവിധാന രീതിയിലും പെർഫോമൻസ് രീതിയിലും എഴുത്തായാലും ഇപ്പം നമ്മൾ പ്രദീപ് പണിക്കർ അദ്ദേഹം കൊണ്ടുവരുന്ന സീക്വൻസുകൾ, അതുകൊണ്ടാണ് ഇത് മലയാള സീരിയലിൽ ഇപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഹയസ്റ്റ് എപ്പിസോഡ്സ് ഇൻ മലയാളത്തിൽ 6 വർഷം കഴിഞ്ഞു. അതെ 6 years അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സസ്പെൻസ് ആയിട്ട് വെച്ചത് സൗണ്ട്. കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടറുടെ സൗണ്ട്, ഈവൻ ആള് പുറത്ത് അപ്പിയറൻസിന് പോലെ ഇനോഗ്രേഷൻ ആള് സംസാരിക്കും. ചാനലിന്റെ ഒരു അത് കോൺട്രാക്ട് ആണ്, അത് കോൺട്രാക്ട് ബേസ്ഡ് ആയിരുന്നു. അത് ആക്ച്വലി പക്ഷെ നിങ്ങൾക്ക് സൗണ്ട് അറിയാമായിരിക്കില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഇവർക്ക് ഷീ വാസ് നോട്ട് പെർമിറ്റഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക് ഫംഗ്ഷനിൽ. അപ്പോൾ അതൊക്കെ ചാനൽ അവരുടെ ഒരു എഗ്രിമെന്റിന്റെ പാർട്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ എനിക്കും ഇത് പിന്നീടാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ, നമ്മൾ പ്രോഗ്രാംസ് ഒന്നും കാണാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് അവർക്ക് അങ്ങനെ ഒരു മേക്ക് ബിലീഫ് അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ മനസ്സിലായില്ലേ. അതുകൊണ്ട് അതിന്റെ പുതുമുഖത്തിന് അവിടെ നിന്ന് കൊണ്ടുവന്നു ഒരാളാകുമ്പം അത് ചിലപ്പോൾ വർക്ക്ഔട്ട് ആവില്ല അല്ലേ? അതൊക്കെ ഇത് ചാനലിന്റെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് നല്ലപോലെ വർക്ക് ആവും ചെയ്തു അല്ലേ? ഇപ്പൊ പിന്നെ സംസാരിക്കുന്ന കാരണം അത് ആ ഒരു പ്രശ്നമൊന്നുമില്ലാതായി. ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. വെരി സ്പെഷ്യൽ ടു ഹാർട്ട് ഒരു സിനിമ ചോദിച്ചാൽ ഇതായിരിക്കും? സ്വന്തം ഒരു ക്യാരക്ടർ. ഒഴിമുറി ഭയങ്കര കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണണം. ക്യാരക്ടറിന്റെ പേര് മുരുകൻ നായർ. ഓക്കെ. ഈ കഥാപാത്രത്തിന്റെ അല്ല, ഈ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ എണ്ണപ്പെട്ട കുറേ സിനിമകൾ എടുത്താൽ അതിലൊരു സിനിമയാണ് ഒഴിമുറി. അതൊരു അത് കണ്ടു നോക്കണം. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എനിക്കൊന്ന് സൺ നെക്സ്റ്റിലുണ്ട്, നിങ്ങൾ കാണണം, മസ്റ്റ് വാച്ച്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒഴിമുറി കൊണ്ടിട്ട് ലാലേട്ടൻ അല്ല സിദ്ദിഖ് ലാലേട്ടന് അവാർഡ് കിട്ടി, ബെസ്റ്റ് സെക്കൻഡ് ആക്ടർ. മധുബാലേട്ടന് പിന്നെ ബെസ്റ്റ് സെക്കൻഡ് ഫിലിം ഡയറക്ടർ, അങ്ങനെ കുറേ അവാർഡ്സ് കിട്ടി, നാഷണൽ ലെവലിലൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ള എനിക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ 100 പടത്തോളം, മീൻസ് ഐ ഡോണ്ട് കൗണ്ട്, എന്നാലും ഒരു കുറേ ഒരു 50 പടത്തിക്കുള്ളെങ്കിൽ ഞാൻ ഈ ഒരു ഒറ്റ ഒഴിമുറി കൊണ്ടിട്ടാണ് എനിക്ക് ബാക്കിയുള്ള സിനിമകളിൽ അതിൽ ഒരു ആക്ടറാണെന്ന് ബോധിപ്പിക്കുന്നത്. വലിയ ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നുമില്ല, പക്ഷേ ഓരോ സീനിനും ഓരോ ഇമോഷൻസാണ്. ഒരു ആക്ടർക്ക് ചെയ്യേണ്ട എല്ലാ ഇപ്പം ഫ്രസ്ട്രേഷൻ, ഈ പറഞ്ഞ നമ്മൾ മോഹൻരാജിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ആസ് ആൻ ആക്ടർ സിനിമയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ ഒരു വേറൊരു സ്ലാങ് ആയിരുന്നു അത്. എന്നും നമ്മൾ ഹൃദയത്തോട് ചേർത്തും. പിന്നെ നമ്മൾ ഹിറ്റ് സിനിമകളുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ദൃശ്യമായാലും മെമ്മറീസ് ആയാലും അമർ അക്ബർ ആൻ്റണി, എന്ന് നിൻ്റെ മൊയ്തീനൊപ്പം, 2018, അങ്ങനെ പോകുന്നു. ഒരു നിര പടങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ലക്കാണ്. ആസ് ആൻ ആക്ടർ ഇമ്പാക്ട്ഫുൾ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഹിറ്റ് സിനിമകളുടെ ആ ഒരു സന്തോഷം എങ്ങനെ ആസ് ആൻ ആക്ടർ? ഇത് ഞാൻ എന്നറിയോ, നമ്മളിപ്പം ഞാൻ ഇപ്പം മെമ്മറീസിൽ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിന് നമ്മൾ ആ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ബിഹേവ് ചെയ്യുന്നത് ഒരു മാജിക്കാണ്. സ്റ്റോറിയായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നത്.
അത് അങ്ങനെ പോകുമ്പോൾ ഇത് ഈ പോലീസുകാരന് ഈ പോലീസുകാരനാണ് ഇയാൾ അതെ അതെ എന്നൊരു സിഗ്നേച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പറ്റും. ഇപ്പം മെമ്മറീസിലെ പോലീസുകാരനല്ല, ഇപ്പം നമ്മളിപ്പോൾ ഫയർമാനിലെ പോലീസുകാരൻ, മമ്മൂട്ടിയുടെ അതിനകത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് പോലീസ് ഒരു ടൈപ്പാണ്, ഒരു കഥാപാത്രമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കും പോലീസ് വേഷം ഒരുപാട് ചെയ്തല്ലേ, നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു പോലീസുകാരനും വേറൊരു പോലീസുകാരനും തമ്മിൽ രണ്ട് മനുഷ്യരാണ്, രണ്ട് കഥാപാത്രങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ കഥാപാത്രം ആ കഥയുമായി കഥയ്ക്കെന്താ ആവശ്യമോ അത് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ആ പോലീസുകാരൻ പണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ കഥാപാത്രം ഇങ്ങനെ നടന്നാലോ എന്ന് ചെയ്യുന്ന അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളാ കഥാപാത്രം ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളാണെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കുക, നമ്മൾ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ബാക്കി നിൽക്കുന്നതാണ് അങ്ങനെ ചെയ്യുക. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെ സിനിമയിൽ ചെയ്ത ഒരു സീനാണെങ്കിൽ പോലും ദൈവാനുഗ്രഹിച്ച് അത് നോട്ടബിളാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം 2018 എന്നുള്ളതിൽ 2 സീനേ ഉള്ളൂ. പക്ഷേ ആ 2 സീൻ എടുത്ത് സിനിമയിൽ നിന്ന് കളയാൻ പറ്റില്ല. അത്രയും ഇമ്പാക്ട്ഫുൾ ആണ്. കഥാപാത്രം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് വളരെ ഡാം തുറന്നു വിടുന്ന ആളാണ്. സ്റ്റോറി മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണം, സീൻ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇനിയും വരട്ടെ. പക്ഷേ ഇത് ഇനി കുറച്ചുകൂടെ ലെങ്ത് കൂടി കുറച്ചുകൂടെ നമ്മളെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റാത്ത എന്ന് നമുക്ക് തോന്നുന്നു ചാലഞ്ചിങ് ക്യാരക്ടർ അല്ലേ എന്ന് വരണം. എന്ത് ക്യാരക്ടർ ചെയ്യണം ഒരു ആസ് എൻ ആക്ടർ ഒരു ആഗ്രഹം? ഞാൻ പറഞ്ഞില്ലേ, അത് എന്ത് ക്യാരക്ടർ എന്നല്ല, എല്ലാം. അതായത് ഒരു നമുക്കൊരു ഇമേജ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡും അല്ലെങ്കിൽ മറ്റേ ഹ്യൂമർ ചെയ്യുന്നതിന് ഹ്യൂമർ, മറ്റേ നെഗറ്റീവ് മറ്റേ വില്ലൻ എന്നുള്ള അല്ലാതെ നമ്മൾ ഏത് കഥാപാത്രം ചെയ്താലും കൺവിൻസിങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അതെ, ആ കഥയ്ക്ക് ആ കഥാപാത്രത്തിന് ഇയാൾ കറക്റ്റാണ് എന്ന് പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. അമറക് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര നല്ല ക്യാരക്ടർ. ആംബുലൻസ് ഡ്രൈവർ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ്. പിന്നെ ഇപ്പൊ മൗനരാഗത്തിന്റെ ആ ഒരു വേരിയേഷൻ വന്നോലെ ലാസ്റ്റിൽ വലിയൊരു വേരിയേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഡയലോഗേ ഉള്ളൂ എനിക്ക്. അതെ, ഒരൊറ്റ ഡയലോഗ് ഉള്ളൂ. ഓറഞ്ച് നിന്നിട്ട് നിനക്ക് എന്തുവാണ് ഇപ്പോഴും എത്രയോ കാണുന്ന ആൾക്കാർ ഇത് പറയാം അമറക് ആന്റണി. അപ്പൊ ഞാൻ ഒരു സീനോ 2 സീനോ ഒറ്റേ ഉള്ളൂ. അങ്ങനെയുള്ള എത്ര അപ്പം നമുക്കത് കേൾക്കുമ്പോഴാണ് നമ്മൾ നോട്ട് ദി ലെങ്ത്, നമ്മൾ ആ പാർട്ടിൽ നമ്മൾ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വലിയ കഥാപാത്രങ്ങളോടൊക്കെ വരണം. അതിനുള്ള നമ്മളായി കുറേ വർഷമായതുകൊണ്ട് നമ്മളെ കുറച്ചുകൂടെയൊക്കെ വലിയ കഥാപാത്രങ്ങളിൽ അത് വരും. നമ്മൾ ഓഡിയൻസ് വെയിറ്റിംഗ് ആണ് എന്തായാലും. നല്ല തീർച്ചയായിട്ടും ഞാനും വെയിറ്റിംഗ് ആണ്, ഓഡിയൻസും വെയിറ്റിംഗ് ആണ്. ദൈവവും ഏറ്റിയേപ്പിക്കാതെ പെട്ടെന്ന് തന്നെ വിളിക്കണം. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ATM മൂവി അടിപൊളിയായിട്ട് നടക്കട്ടെ. നന്നായിരിക്കട്ടെ. നിങ്ങൾ അതിന്റെ പ്രൊമോഷനൊക്കെ സഹായിക്കുക. എന്തായാലും ലവ് ടോക്കിംഗ് വിത്ത് യു മാൻ. ഓക്കെ, നല്ല വൈബായിരുന്നു. ഫസ്റ്റ് ടൈം ഒരുവിധപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ ഈ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് സാധാരണ ഒരു പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അവരൊന്ന് നെർവസ് ആവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചോദ്യങ്ങൾ തപ്പുക ഇതൊന്നുമില്ലാതെ ഇങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ഒരു രസം. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.